ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് എങ്ങോട്ടാ? കുമളി അട്ടപ്പല്ലം. അട്ടപ്പല്ലം. ആരും അങ്ങനെ പോയിട്ടില്ല. കുമളിയുടെ ഉൾപ്രദേശം, അതായത് കമ്പമേടിനും കുമളിക്കും കട്ടപ്പനയുടെയൊക്കെ നടുക്കുള്ള സ്ഥലമാണ് അട്ടപ്പല്ലം. അപ്പോൾ അവിടെ നമുക്കൊരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകണം. പിന്നെ അല്ലറ ചില്ലറ കുറച്ച് ആൾക്കാരെയൊക്കെ കാണാനുള്ളവരെല്ലാം കാണും. അതിൻ്റെ കൂട്ടൊരു യാത്ര. ഇത് ഇങ്ങനൊന്നും അല്ല കേട്ടോ പ്ലാൻ ചെയ്യാൻ വെച്ചിരുന്നത്. എല്ലാം നല്ല രീതിയിൽ ഞങ്ങൾ ഇന്നലെ നൈറ്റ് പോകാനായിരുന്നു പ്ലാൻ. അപ്പം വണ്ടിയിൽ ഞങ്ങളുടെ ക്യാരവാനാണ്. അപ്പം ഈ ക്യാരവാൻ സെറ്റ് ചെയ്യുന്ന എല്ലാവരും ഒരു വീഡിയോ ചെയ്യാമെന്നാണ് കരുതിയത്. അത് നടന്നില്ല. ഭയങ്കര മഴയായിരുന്നു. ഇന്നലെ രാത്രിയിലെല്ലാം മഴയായിരുന്നു. ബെഡൊന്നും ഇടാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് പിന്നെ ഇന്നലെ യാത്ര തിരിക്കാൻ. ഇന്ന് രാവിലെ 5 മണിക്ക് തിരിക്കണമെന്ന് വെച്ചാൽ 6 മണിയായപ്പോൾ തിരിച്ച്. ഇന്നലെ രാത്രി ആരും ഉറങ്ങിയില്ല, കറണ്ടില്ലായിരുന്നു. പിന്നെ ഇപ്പം ഞങ്ങളെ ഉറക്കാതിരുന്ന ഒരാൾ ഇപ്പോൾ പുറകെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. നല്ല ഉറക്കമാണ്. അയാൾ ഞങ്ങളെ ഉറക്കിയില്ല രാത്രി. അയാൾ പോകുന്നതിൻ്റെ ഫുൾ ത്രില്ലിലായിരുന്നു. അപ്പം അയാളോട് ഉണർന്നിട്ട് വീഡിയോ എടുക്കും. കാരണം ഫോണിലൊന്നും ചാർജ് ഇല്ലായിരുന്നു. ഇപ്പോഴാ ചാർജ് ആയപ്പോഴാണ് എടുത്തത്. ഞങ്ങളിപ്പോൾ പത്തനംതിട്ട കഴിഞ്ഞ്. നല്ല മഴയായിരുന്നു, പക്ഷെ ഇപ്പോൾ മഴയൊന്നുമില്ല. മഴയൊക്കെ തോന്നുന്നു. ഇന്ന് നമ്മുടെ ഫുൾ വ്ലോഗും കൺട്രോൾ ചെയ്യുന്നത് ചിഞ്ചു ആയിരിക്കും. ഇനി എല്ലാ കാര്യങ്ങളും ചിഞ്ചു പറയും. നമ്മുടെ ശബരിമലയ്ക്ക് പോകുന്ന പാതയാണ് ഇവിടുന്ന് വലത്തോട്ട് കിടക്കുന്നതാണ് കേട്ടോ. ഇതാണ് നേരെ ശബരിമല, പമ്പ, നേരെ റാന്നി, പമ്പയ്ക്ക് പോകുന്ന വഴി. ഇത് റാന്നിക്ക് പോകുന്നു. ഇന്ന് കോടയൊന്നുമില്ല. പക്ഷെ മറ്റേത് ഇവിടെ വരുമ്പോൾ നല്ല കോട കാണുന്ന സ്ഥലമാണ്. പക്ഷെ ഇന്ന് കോടയൊന്നുമില്ല. കോടയൊക്കെ കുറവാണ്. ഭയങ്കര മഴയാണ് കേട്ടോ. ഇടുക്കിയിലേക്ക് വിനോദസഞ്ചാരങ്ങളെല്ലാം ഇന്ന് നിർത്തി വച്ചിരിക്കുക. അതായത് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് 25-ാം തീയതിയാണ്. 24-ാം തീയതി മുതൽ 27-ാം തീയതി വരെയാണ്. 24. അപ്പൊ ഇന്ന് മുതൽ 24 മുതൽ 27 വരെ വിനോദസഞ്ചാരം നിർത്തിവച്ചിരിക്കുകയാണ്. ഞങ്ങൾ പിന്നെ വിനോദസഞ്ചാരം അല്ലാത്തത് കൊണ്ട് ഞങ്ങൾ യാത്ര ചെയ്യുന്നു. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം വയനാട് പോകുന്നേരം ഇതേപോലെ മഴയായിരുന്നു. പക്ഷെ എല്ലാവരും പറഞ്ഞു വയനാടും തൃശ്ശൂരും ഒക്കെ വെള്ളം കയറി അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ. ഞങ്ങൾ വണ്ടി ഓടിച്ചെന്നപ്പോൾ അവിടെ എല്ലാം തൃശ്ശൂർ വരെ ഉണ്ടായിരുന്നു. തൃശ്ശൂർ എന്നപ്പോൾ ഇല്ല, തൃശ്ശൂരെല്ലാം ഉണങ്ങി കിടക്കുമായിരുന്നു. ളാച്ചേരി ഇന്ന് തിരികെയാണ്. ഇനി നേരെ എരുമേലി മുണ്ടക്കയം വഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇഷ്ടംപോലെ ബൈക്ക് റൈഡേഴ്സ് ഉണ്ട് കേട്ടോ. എല്ലാവരും സെറ്റായിട്ട് റെയിൻ കോട്ടൊക്കെ ഇട്ട്. മഴ പെയ്തപ്പോഴത്തേക്ക് എല്ലാവരും ഇറങ്ങി. മഴ അതിന് മുമ്പ് ആരും ഇറങ്ങുന്നില്ലായിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ ഇപ്പോൾ തിരക്കുണ്ടായിരുന്നു. വാഗമണ് നമ്മൾ പോയിട്ട് അന്ന് തിരക്കുണ്ടായിരുന്നു. വലിയ ബ്ലോക്കായിട്ടൊന്നും ഇല്ലായിരുന്നു, പക്ഷെ തിരക്ക്. പക്ഷേ ഈ പ്രാവശ്യമൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ടൂർ പോയില്ലേ. എല്ലാവരും പോയി. ഒരുമാതിരിപ്പെട്ട എല്ലാവരും ടൂർ പോകണം. ഞങ്ങൾ പോകുന്നത് ആ സുഹൃത്തുവിനെ എനിക്ക് പാതി വഴിയിൽ നിന്ന് കിട്ടിയതാണ് ജീവിതത്തിൻ്റെ. അതായത് ഈ ബന്ധുക്കളെക്കാട്ടിലും ഈ രക്തബന്ധങ്ങളെക്കാട്ടിലും വലുതായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരിത് തോന്നിയത് നല്ല ഉള്ള സുഹൃത്തുബന്ധങ്ങളാണ് വഴിയിൽ നിന്ന് കിട്ടിയത്. നല്ലൊരു സുഹൃത്തല്ലേ. ഞാൻ വിശേഷങ്ങളൊക്കെ പറയാം. കുറച്ച് ഞങ്ങൾ ബോറടിപ്പിക്കാതെ പോട്ടെ. ഭയങ്കര ബോറാണ്. ഇത് വലിച്ചു നീട്ടുന്നൊരു വീഡിയോ ആകുമ്പോൾ നിങ്ങൾക്ക് കണ്ടിരിക്കാനൊരു ഇത് വേണ്ടേ. നമുക്ക് ഫ്രണ്ട് കുറച്ച് ഗ്യാങ്ങുകളുണ്ട് കേട്ടോ. അവരോടുള്ള ഒരടി.
എന്റെ കൂടെ ജോലി ചെയ്തവര് ഉറക്കപ്പറ, അവര് കേക്കണ്ടേ. എന്റെ കൂടെ ജോലി ചെയ്ത ടീമുകൾ ടൂറ് പോയിട്ടുണ്ട് ഇടുക്കിയിലോട്ട് തന്നെ. മുന്നേ പോയിട്ടുണ്ട്, അവർ ട്രാവലറിൽ പോയിട്ടുണ്ട്. അവിടെ കാണാം. ഇപ്പം വിളിച്ചു അവരവിടെ മുണ്ടക്കയം. ഞങ്ങൾ അങ്ങോട്ട് എത്തുന്നേ ഉള്ളൂ. ഞങ്ങള് എരുമേലിയൊക്കെ ആവാൻ പോകുന്നു. അവരങ്ങോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ എരുമേലി, വാവരുടെയും അയ്യപ്പൻ്റെയും നാട് എരുമേലി എത്തി. നമ്മൾ നേരത്തെ ബൈക്ക് റൈഡേഴ്സ് അവരെല്ലാടെ ഒരുമിച്ച് പോവാ. പക്ഷെ അത് വൈബാണ്. മഴയത്ത് ബൈക്കിൽ മൊബൈലൊക്കെ ഉപേക്ഷിക്കണം. മൊബൈലൊക്കെ ഉപേക്ഷിച്ച് മഴ നനഞ്ഞ് പോകണം. ഇത് രസമായിരിക്കും. രാവിലത്തെ ആഹാരം കഴിക്കാനായിട്ട് നല്ലൊരു വെറൈറ്റി എന്തെങ്കിലും ഒരു ഫുഡ് കിട്ടുന്ന കട ഉണ്ടെങ്കിൽ ഉടുപ്പി ഉണ്ട്. ഹോട്ടൽ ഉടുപ്പിയിലാകുമ്പോൾ നല്ല മസാല ദോശ. ഉടുപ്പിയിലാണ് ഏറ്റവും നല്ല മസാല ദോശ കിട്ടുന്നത്. അങ്ങനെ ധർമ്മശാസ്ത്ര ക്ഷേത്രവും ഇടത്ത് സൈഡിൽ വാവൂരുപള്ളി. ഇടത്ത് സൈഡിലാണ് വാവൂരുപള്ളി. വാവൂരുപള്ളി അയ്യപ്പനും വാവരും മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ്. ഇനി നേരെ മുണ്ടക്കയം. മുണ്ടക്കയത്ത് നിന്ന് നേരെ മുളഞ്ഞങ്ങാനും അവിടുന്ന് നേരെ കുട്ടിക്കാനം. ആരാ എഴുന്നേറ്റ്? ഈ കൊച്ചേതാ? രാത്രി ഉറക്കാതെ ഇപ്പം കിടന്നുറങ്ങി എഴുന്നേറ്റ്. അവളെ ഓക്കെ. എന്നിട്ട് അവളെ എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് മോർണിംഗ് പറയുന്നു. ഗെയ്സിനോടൊന്നും പറയുന്നില്ലയോ? അതെന്താ വ്ലോഗ് ഇപ്പൊ ആരെടുക്കും? അച്ഛനാണല്ലോ. വല്ലച്ചാദ്യം ചാനല് പോകുന്നുണ്ട്. അന്നേരം നമ്മളെല്ലാരും സപ്പോർട്ട് ചെയ്ത് നിക്കണ്ടേ? അപ്പൊ എല്ലാരും എന്റെ സൗണ്ട് മാത്രം കേട്ട് കഴിഞ്ഞാൽ ബോറാ. അപ്പൊ നിങ്ങളും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ലേ? അടിപൊളി. പോട്ടുവാ. താഴ്വാരമായ നമ്മുടെ വാഗമണ്ണിന്റെ താഴ്വാരം, അതായത് അടിമാലി, മൂന്നാറിന് അടിമാലി പോലെ വാഗമണ്ണ് കയറുമ്പോൾ ഉള്ള മുണ്ടക്കയം നല്ല കോടമഞ്ഞുകൾ കൊണ്ട് നിറയുകയാണ്. കഴിഞ്ഞ ദിവസം വന്നപ്പോഴും കോടയും കടയൊന്നും ഇല്ലായിരുന്നു. ഇന്ന് കോടയുണ്ട്. പക്ഷെ മേളിലോട്ട് കയറി ചെല്ലുമ്പോൾ കോടയുണ്ടോ എന്നുള്ളത് തമ്പുരാനറിയാം. നമ്മുടെ ചിഞ്ചുനെ കൊണ്ട് എവിടെ പോയാലും ആനയുള്ളിടത്ത് ചിഞ്ചുനെ കൊണ്ടുപോയാൽ ആനയെ കാണത്തില്ല. കോടയുള്ളടത്ത് ചിഞ്ചുനെ കൊണ്ടുപോയാൽ കോട കാണത്തില്ല. ഇല്ല, അമ്മയും കൊണ്ട് പോയിട്ട് എവിടെയെങ്കിലും നമ്മള് കോട കണ്ടിട്ടുണ്ടോ? പേര് നോക്കുക കേട്ടോ. വണ്ടിയുടെ പേരാ. ഫേമസ് ആയ വെള്ളച്ചാട്ടം. ഓ, വെള്ളം കുറവാ. നമ്മുടെ പത്തനാപുരംകാര് പത്തനാപുരംകാരം കാണുമ്പോൾ നമുക്കൊരു ഏതാ അരവല്ലേ? ഇതിന്റെ കൂടെ ആ ടീം തന്നെയാണെന്ന് തോന്നുന്നു.
നിന്റെ കട്ടില് വെക്കണ്ടെന്ന്. എവിടെ നിന്റെ കട്ടില്? ബാക്കി നീ വല്ലതും കഴിക്കണ്ടേ നമുക്ക്? കഴിക്കണം. എവിടുന്നാ കഴിക്കുന്നേ? ആ. ലച്ചുവിനൊന്നും വേണ്ട കഴിക്കാൻ. ബുൾഡോസറോ? ആ JCB പോയെന്ന് പറഞ്ഞത്. പപ്പാല വാ. നല്ല സ്ഥലമായിരുന്നു. നല്ല തണുപ്പ്. ഭയങ്കര തണുപ്പ് കേട്ടോ. ഇത്രയും ദിവസം വന്നവരല്ല. ഇതല്ലേ പറഞ്ഞ എന്നെ കൊണ്ട് തണുപ്പാണത്തില്ലെന്ന്. നല്ല നല്ല തണുപ്പുണ്ടല്ലോ. കോടമഞ്ഞില്ല, തണുപ്പുണ്ടെന്നുള്ളത്. നല്ല തണുപ്പുണ്ട്. ഓ പറഞ്ഞോ. പൂരിയും സാമ്പാറും മതിയോ? ഇത് തമിഴ്നാടല്ല, ഇത് ഇവിടല്ലേ, വാഗമണ്ണല്ലേ? വാഗമണ്ണല്ലല്ലോ, കുട്ടിക്കാനല്ലേ? നമുക്ക് ചൂട് കഞ്ഞി വെക്കാലോ. ചൂട് കഞ്ഞി കുടിക്കാം. നമ്മളെന്നും കഞ്ഞി കുടിക്കണം. നമ്മൾ കഞ്ഞി കുടിച്ചിട്ട് ജീവിക്കുന്നവരല്ലേ ഇല്ലേ? എല്ലാരും പറയും നമ്മൾ ട്രിപ്പാ, എപ്പോഴും അങ്ങ് ട്രിപ്പാ ഇല്ലേ? സത്യമില്ലേ? നമ്മളെപ്പോഴും ട്രിപ്പ് ഇല്ലേ? ട്രിപ്പ് ഒന്നല്ലേ യൂട്യൂബിൽ വീഡിയോ ഇടാൻ പറ്റുമോ? ഓഫ് റോഡ് ആയണ്ട കേട്ടോ കുടുങ്ങുന്നേ, വേറെ ഒന്നും കൊണ്ടല്ല. ഓഫ് റോഡാ, വണ്ടിയിൽ പയ്യെ നിന്ന് കിടത്തുള്ളൂ. നമ്മുടെ വഴികാട്ടികളാണ് മുന്നിൽ പോകുന്നത്. പക്ഷെ ഈ റോഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം നല്ല സഹകരണം അല്ലേ? ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ ചാടി വീഴും, റൂട്ടൊക്കെ പറഞ്ഞ്. ചർച്ചയാക്കി എടുത്താ. ഇതിപ്പോ പെയിന്റ് ഒക്കെ അടിച്ച് വൃത്തിയാക്കിയതാ. ഈ പള്ളിയാണ്. സിനിമയ്ക്കകത്താകുമ്പോൾ ഭയങ്കര ഇതായിട്ടൊക്കെ വരും. ഇവിടെ ഇപ്പൊ കയറ്റത്തില്ലെന്ന് തോന്നുന്നു, എല്ലാം പൂട്ടി കയ്യേറി. ഇപ്പൊ ഇത്രയും നാളും ഇത് ആർക്കും വേണ്ടാതെ ഒരു സാധനമാണ് കാട് പിടിച്ച്. സിനിമ വന്നതിന് ശേഷം ഇപ്പൊ ആൾക്കാരൊക്കെ തിരക്ക് വരുന്നുണ്ടെന്ന് കൊണ്ടാണ്. നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളിയും അച്ഛനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്ന പള്ളി. കാട്ടിന് എടുക്കുക കേട്ടോ. ഇത് കാടാ, ഒരു തേയിലത്തോട്ടമൊന്നും അല്ല, കാട് തന്നെ. ആ തേയിലത്തോട്ടം എല്ലാം ഉണ്ട്. പക്ഷെ ഇപ്പൊ പെയിന്റൊക്കെ അടിച്ച് വൃത്തിയാക്കി വെച്ചേക്കും കേട്ടോ. പേരയ്ക്ക എന്തേ പഴുത്തമുണ്ടോ? പഴുത്തില്ലയോ? അപ്പൊ പിന്നെ കാര്യമില്ല. അമ്മയും മോളും ഞങ്ങൾ കഴിക്കാനൊക്കെ കയറി, പക്ഷെ അതൊന്നും വീഡിയോ എടുത്തില്ല. അമ്മയും മോളും എല്ലാടെ ഐസ്ക്രീം മേടിക്കാൻ പോയേക്കുക. സ്നാക്സും ഐസ്ക്രീമും. ഒരു തൂക്കുപാലം, ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ടല്ലോ, അപ്പോൾ അത് അങ്ങോട്ട് പോകാനുള്ള വഴിയിൽ നിൽക്കുകയാണ്. ഇത് നമ്മുടെ കട്ടപ്പന കുട്ടിക്കാനം റോഡാണ്. അവിടുന്ന് നമ്മൾ മാട്ടൂക്കട എന്ന് പറയുന്ന ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞാണ്
ആണ് അയ്യപ്പൻ കോവിൽ. പുരാതന ശാസ്താ ക്ഷേത്രമാണ് ഇത്. ഭയങ്കര ഹൈറ്റിലാണ് ഈ അമ്പലം ഇരിക്കുന്നത്. എൻ്റെ ചുറ്റുവട്ടം മൊത്തം ഭയങ്കര വ്യൂ ആട്ടോ, ഒരു രക്ഷയില്ല. ഇത് നമ്മൾ വന്ന വഴിയാണ്. തൂക്കുപാലം കഴിഞ്ഞ് ഉള്ളിലേക്ക് വരുമ്പോൾ ഉള്ള ഭാഗം. ഒരു അടിപൊളി സ്ഥലമാണ്. പശു അവിടെയൊക്കെ പശു അവിടെ ദൂരെയൊക്കെ. പക്ഷെ ഇവിടെ അടിപൊളി സ്ഥലമാണ്. മൊത്തം നശിപ്പിച്ച് നാറാണക്കല്ലാക്കിയിട്ടേക്കുക. മൊത്തം മദ്യ കുപ്പികളാണ്, കുപ്പിച്ചില്ലും എല്ലാം ആണ്. ദൂരെയാണ് തൂക്കുപാലം. തൂക്കുപാലം ആടും പക്ഷേ അത് തിന്നെ, എന്നിട്ട് വാ. ഈ പാലത്തിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. വ്യൂ കേട്ടോ. ഇത് നല്ല ഇത് ആറാണ്, മൊത്തം നിറച്ച് വെള്ളമാവുന്നതാണ്. പാലം ആടിക്കൊണ്ടിരിക്കുകയാണേ, പാലം ആടുവാണേ. കാറ്റടിച്ച് നല്ല രീതിയിൽ ആടുന്നുണ്ട്.